അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരായ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ കോടതി വിമർശിച്ചു. യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നുവെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. ഡി ധനസുബോധ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുബോധ, ഇന്ന് കോടതിയിൽ എന്താണ് ഉണ്ടായത്? അപകീർത്തി കേസ് സ്റ്റേ ചെയ്തെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത നടത്തിയത്. ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് AG മാസിയും ചേർന്നുള്ള ബെഞ്ചാണ് അപകീർത്തി കേസ് ഫയൽ ചെയ്തിരുന്നത്. കാര്യം, രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞതനുസരിച്ച് 2020 അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. 2000 സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യൻ ഭൂവിഭാഗം ചൈനക്കാർ കയ്യേറി എന്നുള്ളതാണ്, ചൈന ആർമി കയ്യേറി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് എങ്ങനെ ഒരാൾക്ക് പറയാനാവും? അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പ്രതിപക്ഷ നേതാവാകാൻ കഴിയും? തുടങ്ങിയ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായത് ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി ആയിരുന്നു. അദ്ദേഹം ഈ നേരത്തെ കാൽവെള്ള ഏറ്റുമുട്ടൽ അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല 20 സോൾജിയേഴ്സിന് അവിടെ പരിക്കേൽക്കുകയും മർദ്ദനത്തിൽ ചൈനീസ് പട്ടാളക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു ആശങ്ക കൂടി പരിഗണിച്ചാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ ജാമ്യം നീട്ടി നൽകുകയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കേസിൽ തുടർ നടപടികൾ പിന്നീടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല. അതേസമയം കടുത്ത വിമർശനം വാക്കാൽ നടത്തുകയും ചെയ്തു. ശരി.